ഹായ്, ഇതും തമിഴത്തിക്കുള്ള വീഡിയോ തന്നെയാണ്. എന്നെ കുറേ വെല്ലുവിളിച്ചല്ലോ, ദിവസവും കുറേ മണിക്കൂറുകൾ എന്നെ ഇങ്ങനെ കുരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സലണ്ടർ ചെയ്ത് പോവുകയാണോ? പെട്ടെന്ന് അങ്ങോട്ട് സുല്ലിട്ട് അങ്ങോട്ട് നിർത്തുകയാണോ? ഞാൻ എല്ലാം നിർത്തി, നന്നായി, ഞാൻ വലിയ മാന്യ മഹാവ്യക്തിയായി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണോ? അങ്ങനെ അങ്ങ് പോവല്ലേ. നിന്റെ ആ തനി ഗുണം, നിന്റെ ആ തനി സ്വരൂപം വീണ്ടും ഇറക്ക്. നീ കുറച്ച് CP ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ മറുപടി ഞാൻ അപ്പം തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നീ എനിക്കെതിരെ ഇട്ടേക്കുന്ന CPയും ഞാൻ നിനക്കെതിരെ ഇട്ടേക്കുന്ന CPയും, അതിന് താഴെ വന്നേക്കുന്ന ലൈക്സ് നീ ഒന്ന് നോക്ക്. അതിന് താഴെ വന്നേക്കുന്ന ലൈക്സ് നീ ഒന്ന് നോക്ക്. നിനക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നീ ഒന്ന് നോക്ക്. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ലൈക്ക് ഞാൻ നോക്കത്തില്ല കേട്ടോ. കാര്യം നീ എങ്ങനെയെങ്കിലും അടിച്ച് ലൈക്ക് കയറ്റാനായിട്ട് നോക്കും. ഇതുവരെ നിൻ്റെ ആ വീഡിയോയിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടേക്കുന്ന ആ CPയിൽ, എനിക്കെതിരെ നീ ഇട്ടേക്കുന്ന CPയിൽ 20 ലൈക്കാണുള്ളത്. എൻ്റേതിന് ഏതാണ്ട് 79-80 ലൈക്കാണുള്ളത്. ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള നിൻ്റെ ഫേക്ക്, നീ എല്ലാം ഫേക്ക് കള്ളത്തരം കാണിക്കുന്ന ആളാണല്ലോ, ആ ലൈക്ക് ഞാൻ നോക്കില്ല. അപ്പോൾ അത്രയും സപ്പോർട്ട്, അത്രയും അധികം സപ്പോർട്ട് നിനക്കെതിരെ സംസാരിക്കുമ്പോൾ എനിക്കുണ്ട്. എനിക്കെതിരെ നീ സംസാരിക്കുമ്പോൾ വിരളിലെണ്ണാവുന്ന 10-20 പേര്, അല്ലെങ്കിൽ 10-13 പേര് മാത്രമാണ് തമിഴത്തി നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ നിനക്ക്? നിനക്ക് ഏതാണ്ട് എത്ര 30K 31K 32K എന്തോ സബ് ഉണ്ട് അല്ലേ? നീ തെറി വിളിച്ച് കുറേ സബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് 5 ശിഷ്ടം സബേ ഉള്ളൂ, 5000 ശിഷ്ടം സബേ എനിക്കുള്ളൂ. പക്ഷേ ഇവിടെ പ്രൂവ് ചെയ്യപ്പെടുന്നത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സത്യമാണെന്ന് സമ്മതിക്കുന്നത് നിനക്കെതിരെ സംസാരിക്കുന്നതാണ്. നീ വൃത്തികെട്ടവളാണ്, നീ കൊള്ളരുതാത്ത ആളാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് തെളിയിക്കുന്നത്. നിന്റെ വിചാരം നിനക്കെന്തോ തെറിവിളി കേൾക്കാൻ വരുന്ന കുറേ ആളുകൾ സബ് ചെയ്യുമ്പോൾ നിന്റെ വിചാരം നിന്റെ ചാനൽ വളരുകയാണ്, നിന്റെ ചാനൽ വളർന്ന് അങ്ങ് പടർന്ന് പന്തലിക്കുകയാണ്, ജനങ്ങൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നെ സബ് ചെയ്യാണ് എന്നാണ്. ഒരിക്കലുമല്ല. റിയൽ ആയിട്ടുള്ള സബ്ബല്ല അതൊന്നും. നിനക്ക് എങ്ങനെയും സബ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ നീ പലതവണ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തെറി വിളിക്കുന്നത് എന്താണ്, എന്തിനാണ് എന്ന് ക്യൂരിയോസിറ്റി കൊണ്ടുവരുന്ന കുറേ ആളുകൾ. അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥ തെളിവാണ് ഞാൻ പറഞ്ഞ ആ ലൈക്ക്. കേട്ടോ തമിഴത്തി? പിന്നെ നിൻ്റെ CPയുടെ കാര്യം ഞാൻ അതിനുള്ള മറുപടി അപ്പം തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നീ ഒരു ദിവസം ഒരു 10-20 മണിക്കൂറെങ്കിലും നീ കുത്തിയിരുന്ന് കുരയ്ക്കണം എന്നല്ലേ പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞ കേട്ടിട്ട് ഞാനങ്ങോട്ട് കുരയ്ക്കുകയാണേ. അപ്പോൾ വേറൊരു സ്ത്രീക്ക് അവിഹിതം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പിക്ക് നീ വെട്ടിയെടുത്തിട്ട് കൊണ്ടുവന്ന് കൂടെ ഒരു ആണിനെയും ഇരുത്തി കയ്യിൽ ഐസ്ക്രീമും പിടിപ്പിച്ച് നീ അങ്ങനെ ഒരു മോർഫ് ചെയ്ത ഫോട്ടോ ഇട്ടപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ അത് സത്യമാണെന്നുള്ള രീതിയിൽ വീണ്ടും നീ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിൻ്റെ അവിഹിതം ശരിയാണ്. അവിഹിതം ഞാൻ കണ്ടിരുന്നു. ഞാൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത്? എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എന്താണ് ലോഡ്ജിൽ നിന്ന് പിടിച്ചതും ആ കാര്യമൊക്കെ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നീ ഉടനെ കൊണ്ടുവന്നിടുന്നു എന്താണ് നിൻ്റെ ആ കൂടെയുള്ള ആ സാധനത്തിനെ നിനക്ക് വല്ലാത്ത മോഹമാണോന്നോ, നീ മോഹിച്ചു പോയോന്നോ, നിനക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞ് നീ പറയുന്നു. ഇതെന്താണ്? ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ സാധനത്തിനെ വിൽക്കാനായിട്ട് വെച്ചേക്കാണോ? 10-40 വയസ്സ് വരെ ഒരു സ്ത്രീയും തിരിഞ്ഞു നോക്കാത്ത ഒരു സാധനം, ഒരു സ്ത്രീക്കും വേണ്ടാത്ത ഒരു സാധനം. ഇവള് ആര് വന്നാലും ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സ്ത്രീ ഇവിടെ വന്ന് കയറിയിട്ട് ഇപ്പം നാട്ടുകാരോട് മുഴുവൻ ചോദിച്ചുകൊണ്ട് നടക്കാണ്, നിനക്ക് വേണോ, നിനക്ക് വേണോ, നിനക്ക് വേണോ. അയ്യോ, എന്നിട്ട് പിന്നെ വൃത്തികെട്ട അവൻ്റെ എന്തൊക്കെയോ വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഇവനെങ്കിലും മനുഷ്യനാണ്, ഇവനെങ്കിലും ഒരു അല്പം നാണമുണ്ടെങ്കിൽ. സെയിം ഇവളുടെ അതേ ക്യാരക്ടറാണ്. ഒരു നാണവും മാനവും അഭിമാനവും ഇല്ലാത്ത വ്യക്തിയാണ് ഇവളുടെ കൂടെ ഇപ്പോഴുള്ള. എത്രാമത്തെ ആണെന്നൊന്നും എനിക്കറിയില്ല, 5-6 ആണെന്ന് തോന്നുന്നു. അപ്പം ഇപ്പം കൂടെയുള്ള ഈ ഒരു വ്യക്തി അവൻ്റെ ഓരോ സെക്ഷൽ ഓർഗൻസ് എടുത്ത് വെച്ചിട്ട് പറയാണ്, ഇത് വേണോ, ഇത് മുറിച്ചു കൊടുക്കുക, അത് മുറിച്ചു കൊടുക്കുക, അതങ്ങനെയാണ്, ഇതങ്ങനെയാണ്. ഈ വൃത്തികെട്ട പരമ വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കച്ചവടത്തിന് ഞാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലെന്നുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് പട്ടിക്കെങ്കിലും ഇട്ട് കൊടുക്ക്. കാര്യം ആർക്കും വേണം, ഉറപ്പാകുന്നു ഓർത്തിട്ട് തന്നെ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് നാറാനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്?
ഏതൊരുത്തരായിക്കോട്ടെ, ഇനി ഭർത്താവ് അല്ലാതായിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ, അയാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അയാളെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അയാളെ മെൻഷൻ ചെയ്തിട്ട് പറയുകയാണ് അയാളുടെ ആ സാധനം മുറിച്ച് അങ്ങോട്ട് കൊടുക്ക് ഇങ്ങോട്ട് കൊടുക്ക്. ഇത് എന്തൊരു ലോകമാണിത്, ഇത് എന്തൊരു മനുഷ്യരാണിത്. അത് കേട്ടിട്ട് പോലും അതും ആസ്വദിക്കുന്ന മനുഷ്യരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് പറഞ്ഞതുപോലെ എന്നോട് ചോദിക്കുകയാണ്, അത് പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ചോദിക്കുകയാണ് നിനക്ക് മോഹമാണോ, മോഹിച്ചു പോയോ, മോഹിക്കേണ്ട തരില്ലെന്ന്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ് 2.5 ഇഞ്ച് സാധനത്തിന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതിന് അവൾ പറയാണ് 2.5 ഇഞ്ച് എന്നൊരു ഇത് കിട്ടിയവർക്ക്. അപ്പോൾ ഉടനെ പറയാണ് അത് മറ്റേതാണ്, ആ 2.5 ഇഞ്ച് മറ്റേതാണ്, അത് മോഹിച്ചിട്ടാണ്, അത് ഒരുപാട് അവളുമാർ അത് മോഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ. ഞാൻ പറയട്ടെ, ഈ വൃത്തികെട്ട മെനകെട്ട നാണം കെട്ട എന്ത് കെട്ടാന്നാ പറയേണ്ടത്, ഈ സ്ത്രീക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവളുടെ ആക്രമണം, ഇവളിങ്ങനെ ഈ ഒരു കാര്യത്തിൽ വല്ലാത്ത പ്രശ്നക്കാരിയാണ് ഈ സ്ത്രീ എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഓരോ ആണുങ്ങൾ പോലും ഇവളുടെ കൂടെ നിൽക്കാത്തത്. ഇയാൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെയൊക്കെ സാധാരണ ആണുങ്ങൾ ഭാര്യമാരെ പിരിഞ്ഞ് നിൽക്കാനായിരിക്കും ബുദ്ധിമുട്ട് അല്ലേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പിരിഞ്ഞ് നിൽക്കാനായിരിക്കും അവർക്ക് ബുദ്ധിമുട്ട്. ഇത് വരുന്നവരാരും നിൽക്കുന്നില്ല ഇവരുടെ കൂടെ, ഓടുകയാണ്. എന്നിട്ടും അയാളുടെ അവയവങ്ങൾ മുറിച്ച് വിൽക്കാനായിട്ട് നടക്കുകയാണ് ഈ സ്ത്രീ. അയാളുടെ അവയവങ്ങൾ മുറിച്ച് വിൽപ്പന നടത്തും. ഇതുപോലെ കൂടെ ആര് നിന്നാലും അവരെ വിറ്റ് കച്ചവടം നടത്തും ആ സ്ത്രീ. അപ്പോൾ അതിനൊക്കെ ഞാൻ അവിടെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, നിന്റെ ഇഞ്ചിനെ കാണിക്കുക. ഇവർക്ക് എല്ലാവരെയും ഭർത്താക്കന്മാരെ കാണണം. ഇവർക്ക് ആരുമായിട്ട് സംസാരിച്ചാലും അവരെയൊക്കെ ഭർത്താക്കന്മാരെ കാണണം. ഇപ്പോൾ സിസ്റ്ററിനെ ഇന്നലെ പറയുന്നുണ്ട്, സിസ്റ്ററിൻ്റെ എന്താണ് സായിപ്പെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്, ഹസ്ബൻഡിനെ കാണണം. ഇവക്ക് പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതിനെനിക്ക് ഒരു ഊന്നോടിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ചാരി ഇരിക്കാനൊരു കമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്, ഏത് വിഷയം ചെയ്യണം ചെയ്യണ്ട എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്. അത് പറയാനായിട്ട് എനിക്ക് ആരുടെ ആശ്രയം വേണ്ട, ഞാൻ തന്നെ മതി. ഒരാളെ പുറകിൽ കൊണ്ടുവന്ന് വെച്ച് പറയണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന് മേ ബി താല്പര്യമുണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള ചീപ്പ് കേസുകളിൽ, ഇങ്ങനെയുള്ള ചവർ കേസുകളിൽ വന്ന് ചാടാനായിട്ട്. ഇത് എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെയുള്ളവർക്കെതിരെ സംസാരിക്കണം എന്നുള്ളത്. അതിന് ഞാൻ കാണിച്ച് കച്ചവടം നടത്തുക, അല്ലെങ്കിൽ കാണിച്ചിട്ട് ഇതേപോലെ അവയവം വിൽപ്പന നടത്തുക, ഇതുപോലെ പിച്ച തെണ്ടുക, അതൊക്കെ നിൻ്റെ ജോലിയല്ലേ. എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയാൽ അതിന് ഞാൻ മാത്രം മതി. ഇതുപോലെ ഒരാഴ്ചയിൽ ഒരെണ്ണം, രണ്ടാമത്തെ ആഴ്ച വേറെ ഒരെണ്ണം, മൂന്നാമത്തെ ആഴ്ച വേറെ ഒരെണ്ണം, അങ്ങനെ മാറി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പ്രദർശിപ്പിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നവർക്കേ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എനിക്ക് സിസ്റ്ററിനും ഒന്നും ഒരു ആവശ്യമില്ല. അവരെ പ്രദർശിപ്പിച്ചിട്ട് അവരെല്ലാം ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ഓടി വന്നിരുന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 10 രൂപ എടുത്തിട്ട് ജീവിക്കാൻ നിൽക്കുന്നവരല്ല അവർ. നിന്നെപ്പോലെ, നിൻ്റെ കാര്യം പോലെ. പിന്നെ ഇപ്പോൾ പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു അവയർനെസ്. ഞാൻ മുമ്പും ഇതുപോലെ പല ആളുകളെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, ഭിക്ഷാടനം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവൾ അടുത്ത ഭിക്ഷാടനം ആരംഭിച്ചേക്കാണ്. ഇഡ്ഡലി കുക്കർ മേടിക്കാൻ പൈസ വേണമെന്ന്. ഇഡ്ഡലി കുക്കർ മേടിക്കാനും ചട്ടുകം മേടിക്കാനും എന്തൊക്കെയോ പൈസ വേണം. അതിനൊരു 25,000 മതിയായിരിക്കും എന്ന് പറഞ്ഞ ആളുകളോട് തെണ്ടുന്നുണ്ട്. ദയവായിട്ട് ഇവരുടെ അന്തങ്ങൾ ചെയ്തോട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, കയ്യിലേക്ക് ക്യാഷ് പോട്ടെ. ദയവായിട്ട് അറിയാവുന്നവർ, ദയവായിട്ട് ഇവളെ അറിയില്ലാത്തവർ, ഇങ്ങനെ പെട്ടെന്ന് പോയൊരു വീഡിയോ കാണുന്നവർ, പാവമാണ്, എന്തെങ്കിലും കൈക്കും കാലിനും സ്വാധീനമില്ലാത്തതാണ് എന്നൊക്കെ ഓർത്തിട്ട് സഹായിച്ചേക്കരുത്. 1 രൂപ പോലും നിങ്ങൾ പണിയെടുക്കുന്ന 1 രൂപ പോലും ഈ വൃത്തികെട്ട സ്ത്രീക്ക് കൊടുക്കരുത്. കാരണം കൊടുത്തവരെല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കൊടുത്തവരെല്ലാം ഇവളുടെ വായിൽ നിന്ന് നല്ല രീതിയിൽ വൃത്തികേട്, ചീത്താന്നൊന്നും നമുക്കതിനെ പറയാൻ പറ്റുകയില്ല. അതുപോലുള്ള വാക്കുകൾ. ഓസ് മലയാളി എന്ന് പറഞ്ഞ ലൈവ് ഒന്ന് പോയി കണ്ടു നോക്ക്. നിങ്ങൾക്ക് മനസ്സിലാകും ഇവളുടെ വായിൽ നിന്ന് വീഴുന്ന എന്തൊക്കെയാണെന്ന്. സിസ്റ്റർ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇന്നലത്തെ സിസ്റ്ററിൻ്റെ ലൈവ് കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാര്യം അവരുടെയൊക്കെ കയ്യിൽ ഇവളെ പറ്റിയുള്ള ഒരുപാട് തെളിവുകളുണ്ട്. എനിക്ക് ഈ ഒരു കുറേ നാളായിട്ട് കണ്ട അറിവുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ പഴയത് തൊട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട് ഇവരെ പറ്റിയിട്ട്. അപ്പോൾ ഓസ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ലൈവ് നിങ്ങൾ പോയി കാണുക. അപ്പം മനസ്സിലാകും ഇവൾ ഈ പറയുന്ന തട്ടിപ്പുകാരിയാണ് എന്നുള്ളത്. ഇത്രയും കാലം ഇവൾ എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരുന്നു തട്ടിപ്പുകാരി എന്ന്. മെയിനായിട്ടും ഓൺലൈൻ തട്ടിപ്പുകാരി, യൂട്യൂബ് തട്ടിപ്പുകാരി ഇവളാണ്.
ഇവള് നാളിതുവരെ ഒരാളോടും മേടിച്ചേക്കുന്ന 1 രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്തോ പ്രശ്നമായപ്പോൾ 1-2 പേരുടെ 100-200 അല്ലെങ്കിൽ 1000-2000 വെച്ചിട്ട് അത് തിരിച്ചു തരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയോ? കടമാണെന്നും പറഞ്ഞ് മേടിക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരും വെച്ചിട്ട് നിങ്ങളുടെ അത് CP ഇട്ട് അങ്ങനെ പ്രദർശിപ്പിച്ച് കൂടെ മേമ്പൊടിയായിട്ട് ഒരു 100 ചീത്തയും വിളിച്ചിട്ടേ തിരിച്ചു തരുള്ളൂ. എങ്ങാനും തിരിച്ചു തന്ന ഒരിക്കലും സാധ്യതയില്ല തിരിച്ചു തരാനായിട്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ തട്ടിപ്പിൽ പോയി വീഴാതിരിക്കുക. ഇവൾക്ക് ഇഡലിച്ചമ്പോ ഇഡലി പാത്രമോ ചട്ടുകമോ അടുപ്പോ ഒക്കെ മേടിക്കാനായിട്ട് വേണമെങ്കിൽ ആരോഗ്യമുള്ള സ്ത്രീയാണ്, വേണമെങ്കിൽ പോയി പണിയെടുത്ത് മേടിക്കട്ടെ. ഇത് എത്രാമത്തെ സംരംഭമാണ് ഈ വ്യക്തി നടത്തുന്നത് എന്നറിയാലോ. ഇത്രയും നാളും എന്താണ് ഉന്തുകൊണ്ടി മേടിക്കാൻ, പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടായിരുന്നു. എത്ര ബിസിനസ്സുകൾ ചെയ്തേക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ നാളുകൊണ്ട് ഇനി അടുത്ത പുതിയ പദ്ധതിയാണ്, ആളുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിക്കാനുള്ള അടുത്ത പദ്ധതിയാണ്. ഞാൻ 2025-26 ആകുമ്പോഴത്തേനും ഞാനങ്ങ് മാലാഹയായി. ഇന്നലെ വരെ ഇരുന്ന് പുഴുത്ത തെറി വിളിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് എല്ലാവരും പൈസ കിട്ടോ. പൈസ തട്ടിക്കാനുള്ള അടുത്ത അടവാണിത്. അതുകൊണ്ട് ദയവായിട്ട് ആരും ഈ ചതിയിൽ പോയി വീഴാതിരിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 1 രൂപ പോലും ഈ വൃത്തികെട്ട തമിഴത്തി എന്ന് പറയുന്ന സ്ത്രീക്ക് അബദ്ധത്തിൽ പോലും കൊടുക്കാതിരിക്കുക. അവർ അന്തങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, കൊടുത്തിട്ട് ഒരുപാട് പേര് തെറി കേൾക്കുന്നുണ്ട്, അതേപോലെ അവരും പോയി തെറി കേട്ടോ. എന്തായാലും ഇവൾക്ക് കൊടുക്കാനുള്ളത് സിസ്റ്റർ വയറ് നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടി ഒരു വിഷക്കുപ്പിയും കൂടെ ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനനുസരിച്ച് വിഷക്കുപ്പി വിഷം ഇഞ്ചക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവള് കടന്ന് കുറേ എന്തൊക്കെയോ വിവരമില്ലായ്മ വിളിച്ചു പോകുന്നുണ്ട്. അതിനനുസരിച്ച് സിസ്റ്റർ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഈ പബ്ലിക്കിൽ കാണുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനും ഇനിയും സംസാരിക്കും. എനിക്ക് 2025 2026 27 ഒന്നുമില്ല. ഈ വൃത്തികെട്ട മെനകെട്ട വെട്ടല സ്ത്രീക്കെതിരെ ഞാൻ ഇനിയും സംസാരിക്കും. പെട്ടെന്നൊരു ദിവസം നന്നായി. ഞാൻ ഇന്നാൾ കഴിഞ്ഞ തവണ ഞാനങ്ങനെ മിണ്ടാതിരുന്നതാ. ഇവിടെ അടുത്ത പുതിയൊരു വീട്ടിലേക്ക് മാറുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് പോലും ഞാൻ വിഷയം എടുക്കാതെ ഞാൻ സൈലൻ്റായിട്ട് ഇരുന്നതാണ്. കാര്യം ഇതിൻ്റെ പുഴുത്ത നാക്ക് വെച്ചിട്ട് ഇത് എവിടെയെങ്കിലും അടങ്ങിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വീണ്ടും ഇവിടെ ഈ പുഴുത്ത നാക്കെടുത്തിട്ട് നന്നായിട്ട് അലക്കി നല്ല പോലെ ആളുകളെ ചീത്ത വിളിച്ചു, അസഭ്യം പറഞ്ഞു, ആളുകളുടെ ഫോട്ടോ മോർഫ് ചെയ്തെടുത്തിട്ടു, ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. 4 സൈഡിൽ നിന്നും പണി കിട്ടിയപ്പോൾ ഇവള് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ട്, പിന്നെ അത് തന്നെയല്ല കേട്ടോ കാര്യം, തെണ്ടണം. കുറേ പൈസയും കൂടെ ആളുകളോട് ചതിച്ച് മേടിക്കാനുണ്ട്, ആളുകളെ വഞ്ചിച്ച് മേടിക്കാനുണ്ട്, കള്ളം പറഞ്ഞ് മേടിക്കാനുണ്ട്, ചട്ടി മേടിക്കാനാണ്, കലം മേടിക്കാനാണ്, ചട്ടുകം മേടിക്കാനാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ടുള്ള അടവാണ്, പണം പിരിക്കാനായിട്ടുള്ള അടവാണ്. ഇനി അടുത്ത ദിവസം തന്നെ ഇവളെ ഒരു കാര്യമില്ലെങ്കിലും, ഇനി ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും സിസ്റ്റർ ഒന്നും മിണ്ടിയില്ലെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും ഒരു കാര്യമില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ ഇവള് വ്യൂസ് കുറഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ അടുത്ത് തെറിയുമായിട്ട് വരും. 4 സൈഡിൽ നിന്നും അടി കിട്ടി $1 കയറുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും ഒരടി പുറകിലോട്ട് മാറും. വീണ്ടും ഇവൾ ഇത് തന്നെ കാണിക്കും. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും പണിയെടുത്താൽ മാത്രമാണ് ക്യാഷ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റേതായ മൂല്യമുണ്ട്. അത് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാൻ അർഹതയുള്ളവർക്ക് മാത്രം കൊടുക്കുക. ഇതേപോലെ സെക്ഷൽ ടോക്കും വൃത്തികേടും തെറിയും ചീത്തയും തോന്നിയവാസവും മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ഇതുപോലെ വൃത്തികെട്ട ഒരു സ്ത്രീക്ക് നിങ്ങൾ സമ്പാദിക്കുന്ന 1 രൂപ പോലും കൊടുക്കാതിരിക്കുക. അഥവാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പോയി പണിയെടുത്ത് ജീവിക്കാൻ തന്നെ പറയുക. 2 പേർ ഇപ്പോൾ കൂടെ ഒരുത്തനുണ്ടല്ലോ, കൂടെ ഒരുത്തനില്ലാത്ത കുഴപ്പമായിരുന്നു ഇത്രയും കാലം എന്ന് പറയുന്നു. അവനും പണിയെടുക്കാൻ നല്ല ആരോഗ്യമുള്ളതാണ്, ഇവക്കും പണിയെടുക്കാൻ നല്ല ആരോഗ്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞുണ്ട് എന്ന് പറയുന്നു. ആ കുഞ്ഞു പോലും കൂടെയല്ല, ചേച്ചിയൊക്കെയാണ് നോക്കുന്നത്. അവൾ തന്നെ പറഞ്ഞേക്കുന്നു ചേച്ചിയൊക്കെ ഫീസ് കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിനെ വെച്ചിട്ടായിരുന്നു പിരിവ് മുഴുവൻ. അപ്പോൾ അങ്ങനെ ഒരു ബാധ്യതയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു 25,000 പോലും കയ്യിൽ ജോലി എടുത്തിട്ട് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല. ഒരു ബാധ്യതയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കണം. മേടിച്ചവർക്കൊന്നും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക്
മനസ്സ് ചത്തു പോകുന്ന തരത്തിലുള്ള തെറി. അവരോട് പണം മേടിച്ചിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അതാണ് അവരെ നശിപ്പിച്ച് കളയുന്ന, അവരെ അത്രയധികം ടെൻഷനിലാക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ തെറിയും ചീത്തയും അവിഹിതങ്ങളും. അതുകൊണ്ട് ഇവൾക്ക് ക്യാഷ് കൊടുത്താൽ ക്യാഷ് കിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് തെറിയും ചീത്തയും നിങ്ങൾക്കില്ലാത്ത അവിഹിതങ്ങളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതൊരു പബ്ലിക് അവയർനെസ് ആണ്. 1 രൂപ പോലും ഈ വൃത്തികെട്ട സ്ത്രീക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ അവൾ ദിവസവും ഇരുന്ന് തെറി വിളിക്കുന്ന പവർ ടോക്സ്, ഓ സിസ്റ്റർ, മറ്റേന്താണ് CVT, ഇതുപോലുള്ള കുറേ ആളുകൾ, എല്ലാവരും തെറി കേൾക്കുന്നത് അവരെല്ലാം ഇവൾക്ക് ഒരുപാട് ക്യാഷ് കൊടുത്തതാണ്. അതിൻ്റെ പേരിലാണ് അവരൊക്കെ ഇവളുടെ വായിൽ നിന്ന് ഇതുപോലെ തെറി കേൾക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ആ പൈസയും ഇവൾക്ക് വേണം, എന്നിട്ട് ഇവരെ തെറി വിളിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് അവരെ തെറി വിളിക്കും. എന്നിട്ട് ആ തെറി വിളിച്ചിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മണിയും യൂട്യൂബ് ക്യാഷും ഇവൾക്ക് വേണം. അപ്പോൾ അതാണ് ഇവളുടെ ക്യാരക്ടർ, ഈ തമിഴത്തിയുടെ ക്യാരക്ടർ അതാണ്. അതുകൊണ്ട് പുതുതായിട്ട് പെട്ടെന്ന് ഇവളുടെ വീഡിയോ ഒക്കെ കാണുന്ന ചില ആളുകൾ അയ്യോ പാവം തോന്നിയിട്ട് 1 രൂപ പോലും അബദ്ധത്തിൽ പോലും ഇവൾക്ക് ഇട്ടുകൊടുത്തേക്കരുത്. കാര്യം നിങ്ങൾക്ക് ഒരുപാട് ആപത്തുണ്ടാക്കും. അത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ വീട്ടുകാരെയും ഒക്കെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക.